5 ദിവസത്തേക്ക് ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കില്ലെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. വെറും 48 മണിക്കൂർ മുമ്പ് ട്രംപിന്റെ സ്വരം മറ്റൊന്നായിരുന്നു. ഹോർമുസ് ഇടനാഴി തുറന്നില്ലെങ്കിൽ ഇറാന്റെ സകല ഊർജ്ജ നിലയങ്ങളും തകർക്കുമെന്നായിരുന്നു ഭീഷണി. ആക്രമണത്തിന് സർവ്വസജ്ജമായി നിന്ന അമേരിക്കൻ സൈന്യം പെട്ടെന്ന് പിൻവാങ്ങിയത് എന്തുകൊണ്ടാവാം? ഇറാനിൽ ഭരണമാറ്റം പ്രഖ്യാപിച്ച് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന പേരിൽ ഫെബ്രുവരി 28-ന് തുടങ്ങിയ ആക്രമണത്തിൽ നിന്ന് യുഎസും ട്രംപും പിൻവാങ്ങുകയാണോ? യുദ്ധം ട്രംപിനെ വലച്ചുവെന്ന് ഇതിനകം തന്നെ പല തവണയായി തെളിഞ്ഞതാണ്. ഇപ്പോൾ ഇതിനെ അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് ഈ പ്രസ്താവന. ലോകത്തെ എണ്ണ ഇടപാടിന്റെ 1/5 നടക്കുന്ന ഹോർമുസ് കടലിടുക്ക് അടച്ച ഇറാന്റെ പ്രതിരോധ നടപടി തന്നെയാണ് ട്രംപിനെ വലച്ചത്. 5000 സൈനികരെ വിന്യസിച്ചും ഗാർദ്വീപ് പിടിച്ചെടുക്കാൻ നീക്കം നടത്തിയിട്ടും ഇറാൻ കുലുങ്ങിയില്ല. തങ്ങളുടെ കപ്പലുകൾ മുക്കിയ US നീക്കങ്ങൾക്ക് ഇറാൻ നൽകിയ മറുപടി അതിശക്തമായിരുന്നു. ഞങ്ങളുടെ എണ്ണ നിലയങ്ങൾ തകർത്താൽ ഗൾഫ് മേഖലയിലെ മുഴുവൻ US അനുകൂല രാജ്യങ്ങളുടെയും ഊർജ്ജ കേന്ദ്രങ്ങൾ തകർക്കുമെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. കഴിഞ്ഞയാഴ്ച ഖത്തറിലെ LNG പ്ലാന്റിന് നേരെയും സൗദിയിലെയും കുവൈത്തിലെയും എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാന്റെ ഡ്രോണുകൾ പാഞ്ഞത് ഒരു മുന്നറിയിപ്പായിരുന്നു. ഇസ്രായേലിലെ ആണവ നഗരത്തിന് നേരെയുണ്ടായ ആക്രമണം കൂടിയായപ്പോൾ ട്രംപിന് പിൻവാങ്ങുകയല്ലാതെ മറ്റു വഴികളില്ലാതായി. മാത്രമല്ല, ഇറാനെതിരെ ട്രംപ് നടത്തിയ പ്രകോപനപരമായ അന്ത്യശാസനം വൻ പ്രതിഷേധങ്ങൾക്കിടയാക്കി. രാജ്യത്തിനകത്തും പുറത്തും വിയോജിപ്പിന്റെ വൻ കൊടുങ്കാറ്റാണ് അമേരിക്ക നേരിട്ടത്. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് ട്രംപിന്റെ നേരിട്ട് വിളിച്ച് ആശങ്ക അറിയിച്ചിരുന്നു. എണ്ണ നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഹോർമുസ് പൂർണ്ണമായും അടച്ചിടുമെന്നും IRGC മുന്നറിയിപ്പ് നൽകി. ഇങ്ങനെ സംഭവിച്ചാൽ അത് സ്ഥിതിഗതികൾ രൂക്ഷമാക്കുമെന്ന ആലോചനയാകാം ട്രംപിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. നിലവിലെ ആഗോള എണ്ണ പ്രതിസന്ധിയും ട്രംപിന്റെ മനംമാറ്റത്തിന് കാരണമായതായി നിരീക്ഷിക്കപ്പെടുന്നു. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ എണ്ണവില കുറഞ്ഞതും ആഗോള വിപണിയിലുണ്ടായ ഉണർവും ഇതിനെ സാധൂകരിക്കുന്നുണ്ട്.